നമ്മുടെ 100 രൂപ നോട്ടിൽ കാണുന്ന ഈ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രം ഏകദേശം 900 വർഷങ്ങളോളം മണ്ണിനടിയിലായിരുന്നു. ചാലൂക്യ സാമ്രാജ്യത്തിന്റെ റാണിയായ ഉദയമതി തന്റെ ഭർത്താവ് ഭീമ ഒന്നാമന്റെ പേരിൽ നിർമ്മിച്ച ഈ ഗംഭീര സംഭവം ഒരു അമ്പലമോ കൊട്ടാരമോ ഒന്നുമല്ല, മറിച്ച് കിണറാണ്. പ്രബന്ധ ചിന്താമണി എന്ന ഗ്രന്ഥപ്രകാരം 1063 നിർമ്മാണം തുടങ്ങിയ ഈ കിണർ അഥവാ സ്റ്റെപ്പ് വെല്ലിന്റെ പേരാണ് റാണി കി വാവ്. ഗുജറാത്തിലെ പാട്ടാൻ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന റാണി കി വാവ് പണ്ട് സരസ്വതി നദിയിൽ ഉണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷം ഏകദേശം 1940 വരെ മണ്ണിനടിയിലായിരുന്നു. 1940കളുടെ അവസാനത്തിൽ തുടങ്ങി 1980കൾ വരെ നീണ്ട ഖനനം കഴിഞ്ഞപ്പോൾ കിട്ടിയത് 213 അടി നീളവും 66 അടി വീതിയും 92 അടി ആഴവുമുള്ള അതിസങ്കീർണമായ കുത്തുപണികൾ അടങ്ങിയ ഈ കിണറാണ്. മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും വീതി കുറഞ്ഞു വരുന്ന ഈ കിണർ സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയാണെന്ന് പറയപ്പെടുന്നു. നൂറുകണക്കിന് വർഷങ്ങൾ മണ്ണിനടിയിൽ കിടന്നിട്ടും പല ശില്പങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ ഉണ്ടാവാത്തത് ഒരു അത്ഭുതം തന്നെയാണെന്ന് എനിക്ക് തോന്നി അവിടെ നിന്നപ്പോൾ. ഈ കാണുന്നത് കൽക്കി അവതാരമാണ്. ഇതുകൂടാതെ വരാഹാവതാരവും വാമനനെയും ശ്രീരാമനെയും എല്ലാം മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട് ഇവിടെ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ഏകദേശം 140 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന പാട്ടാൻ എന്ന ഗ്രാമത്തിലെ റാണി കി വാവ് ഒരു ഡേ ട്രിപ്പായിട്ട് പോയിട്ട് വരാവുന്നതാണ്. അഹമ്മദാബാദിൽ നിന്ന് പാട്ടാനിലേക്ക് ധാരാളം ബസ് സർവീസുകളും ട്രെയിൻ സർവീസുകളും ഉണ്ട്.